അക്കര കണ്ട് പിണങ്ങല്ലേ ദൂരെ പാദം വിരൽ കൊണ്ട് പതറുന്നു താനേ പവമാനേന കരളിൻ്റെ കരളേ പതിവഴി എന്നെ മടക്കല്ലേ പാപത്തിരമാല തലമേൽ മറിഞ്ഞു പാപിക്കൊരു കലക്ടർ അബ്ദുൽ ഖാദർ ഹാജിയുടെയും ഉസ്താദിന്റെയും 5 പതിറ്റാണ്ട് മുമ്പ് ആരംഭിച്ച ജ്ഞാനസമുച്ചയം സാംസ്കാരിക കേരളത്തിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ അറിവനുഭവങ്ങളുടെ അതുല്യാനുഭൂതികൾ സമ്മാനിച്ച് മുന്നേറുന്ന സാംസ്കാരിക കേരളത്തിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ അറിവനുഭവങ്ങളുടെ നവംബർ 22, 23, 24 തീയതികളിൽ ദേലി സയദാബാദിൽ വെച്ച് പ്രൗഢമാകുന്നു. അനുബന്ധമായി അണിയിച്ചൊരുക്കുന്ന വിളംബര റാലിയാണ് ദഫിന്റെയും സ്കൗട്ടിന്റെയും അകമ്പടിയോടെ ഉലമാക്കളും ഉമറാക്കളും സംഘടനാ നേതാക്കളും അണിനിരുന്നുകൊണ്ട് ഈ വഴിയരിക്കുകളെ ധന്യമാക്കി. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരിക്കൊണ്ടു പോകുന്നില്ല. ഇന്നത്തെ ഈ പരിപാടി നമുക്ക് പ്രാർത്ഥന നിർവഹിച്ചു തന്നത് സെയ്ദ് അഹമ്മദ് കബീർ ജമലുൽ തങ്ങൾ അവர்களാണ്. തങ്ങളെ വളരെ ആദരവോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ PS അബ്ദുൽ കുഞ്ഞി ഫൈസി ഉസ്താദ് അവர்களാണ്. കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കാസർഗോഡ് ജില്ലയിലെ സംഘടനാ നേതൃത്വ രംഗത്ത് അദ്വിതീയനാണ്. നമുക്കറിയാം, പ്രസ്ഥാനത്തിന്റെ തുടക്കകാലം മുതൽ തന്നെ അതിന്റെ നേതൃത്വ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. PS ഉസ്താദിനെ വളരെ ആദരപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബാണ്. നമ്മുടെ സാഹിബിയുടെ എല്ലാ പരിപാടികളിലും ആതിഥേയനായി ഇവിടെ എത്തുന്ന വ്യക്തിയാണ് AK അബ്ദുൽ ഹമീദ് സാഹിബ്. നമ്മുടെ പ്രസ്ഥാന രംഗത്തെ നേതൃത്വ സ്ഥാനത്ത് അലങ്കരിക്കുന്ന വ്യക്തിയാണ്. അതേപോലെ പ്രൊഫസർ UC അബ്ദുൽ മജീദ്, സെയ്ദ് മുഹസിൻ തങ്ങൾ, അതേപോലെ CL ഹമീദ് സാഹിബ്, ഇത്തിഹാദ് മുഹമ്മദ് ഹാജി, ഷാഫി ഹാജി കട്ടക്കാൽ, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സാലി, മാണിക്കോത്ത് തങ്ങൾ, അഷ്റഫ് സാരി മല്ലൂർ, അഷ്റഫ് സാരി ആരിക്കാടി തുടങ്ങി ഒരുപാട് അതുപോലെ തന്നെ ഒരുപാട് മറ്റ് സംഘടനാ നേതാക്കളുമുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ വിഷയങ്ങൾ അവസരോചിതമായി ഇടപെട്ടുകൊണ്ട് സംസാരിക്കും എന്ന് കരിവളം സൂചിപ്പിച്ചതുപോലെ മദ്രസ പ്രസ്ഥാനം അത് നമ്മുടെ നാട്ടിൽ വളരെ അഭിവൃദ്ധിപ്പെട്ട് വന്നു. ഇന്നത് വീണ്ടും പഴയ നിലയിലേക്ക് ശോഷിച്ചുകൊണ്ട് മടങ്ങി പോവുകയാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഹദീസിൽ കാണാം, ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഉദു കമാ ബദഅ. ഏകദേശം ഒരു നൂറ്റാണ്ട് എടുക്കുമ്പോൾ നമ്മുടെ മദ്രസ പ്രസ്ഥാനം ഈ ഇസ്ലാം ഗരീബായി തുടങ്ങി അന്ത്യനാളിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഗരീബാകുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രസ്ഥാനം വീണ്ടും ഒരു അധോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് വരുന്നില്ല മദ്രസയിലേക്ക്? അവർ മറ്റെവിടെയാണ് പോയി പഠിക്കുന്നത്? ഇസ്ലാമുമായി അല്ലെങ്കിൽ ദീനി വിദ്യാഭ്യാസവുമായി നമ്മുടെ ആദർശവുമായി അവർക്കുള്ള ബന്ധം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാവുകയും അത്തരം ആൾക്കാരെ ബോധവൽക്കരിച്ചുകൊണ്ട് പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കീഴിൽ അടിയുറപ്പിച്ച് നിർത്താൻ വേണ്ടി നാം ശ്രമിക്കണം. ഇന്നലെ ഞാൻ പരിഹാരം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. മദ്രസ ഉസ്താദുമാർ അവിടെ കാര്യക്ഷമമായി വിദ്യാഭ്യാസം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധമായ നിർദ്ദേശങ്ങൾ വരെ നൽകുകയുണ്ടായി. തൽക്കാലം സുപ്രീം കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിനോട് അത് സംബന്ധമായ അഫിഡവിറ്റ് നൽകാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ എന്ത് അഫിഡവിറ്റാണ് നൽകാൻ പോകുന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാൻ കഴിയും. മദ്രസകളെ കുറിച്ച് മോശമായ അഭിപ്രായം അവരെ സൃഷ്ടിച്ചിരിക്കുകയാണ്. വലിയവർ അനുമാനിക്കുന്ന ബുദ്ധിജീവികൾ നാം കരുതുന്ന ആളുകൾ എന്താണ് ഈ മദ്രസ സിസ്റ്റം എന്ന് പഠിച്ചു നോക്കാതെ അവിടുത്തെ കരിക്കുലം എന്താണ്, സിലബസ് എന്താണ്, പാഠപുസ്തകങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് ഒന്ന് പഠിക്കാൻ പോലും മെനക്കെടാതെ അഭിപ്രായം ഇങ്ങനെ രേഖപ്പെടുത്തും. ഒന്നും അറിയാമെന്നാണ് അഭിപ്രായം പറയുന്നത്. ഇപ്പോൾ വല്ലാതെ ചർച്ചയായ വിഷയമാണ് വഖഫുകൾ.
വഖഫിനെ കുറിച്ച് ഒരു ഭരണകക്ഷി നേതാവ്, ഒരു BJP നേതാവ് അടുത്ത് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ നമ്മളൊരു വീടുണ്ടാക്കി സ്വസ്ഥമാക്കി ജീവിക്കുക, ഏത് സമയത്തും വഖഫോടിന് വന്നിട്ട് ഇത് വഖഫാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയും. വഖഫാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾ ഒഴിഞ്ഞു പോകണം. എത്ര ജനത്വവാദപരമായ പ്രസ്താവനകളാണ്. പിന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യം വഖഫോടിന് നേരിട്ട് വന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയും. സ്ഥാപനം വഖഫാണെങ്കിൽ ഇസ്ലാമിന്റെ പ്രധാനമായി 3ആയി ഭാഗിക്കുകയാണെങ്കിൽ ഒരു ഭാഗം വിശ്വാസപരമായ കാര്യങ്ങളുടെ അഖീദ, രണ്ടാമത്തെ കർമ്മപരമായ കാര്യങ്ങളുടെ ഫിഖ്ഹ്, അത് രണ്ടുമുണ്ട്. സ്കൂൾ പഠിക്കുന്ന സഹപാഠികളോട് മറ്റെല്ലാ പൊതുജനങ്ങളോടും എങ്ങനെയെല്ലാം പെരുമാറണം എന്ന് കൃത്യമായി വരച്ച് കാണിക്കുന്ന പാഠങ്ങളിൽ നമ്മുടെ മതസേവനം, മതസൗഹാർദ്ദവും മതമൈത്രിയും എല്ലാം തന്നെ പഠിപ്പിക്കുന്നു. മുസ്ലിമിന്റെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത കർത്തവ്യമാണ്, അത് ഫർളാണ്, നിർബന്ധമാണ്, അനുസരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല എത്ര പാഠപുസ്തകങ്ങൾ, ആ പാഠത്തിൽ എത്ര ഭാഗങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ, മലിനീകരണ പ്രശ്നങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്ന് തണ്ണീർത്തടങ്ങളും അതുപോലെ തന്നെ നദികളും പുഴകളും തോടുകളും ഒക്കെ തന്നെ മലിനീകരിക്കപ്പെടുന്നു. പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഒക്കെ നടക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ബാധ്യത എന്താണ്? അങ്ങനെ ആ മലിനീകരണത്തിന്റെ ഉച്ചയിസ്ലാം പ്രഖ്യാപിച്ച വിശുദ്ധ ഇസ്ലാമാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അറഫയിൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് ആളുകൾ മുൻനിർത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ വശഹരിക്കും ഹാദാ വബലദിക്കും ഹാദാ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നാൽ നിങ്ങൾക്കിടയിലുള്ള രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, ഈ 3 കാര്യങ്ങളും പവിത്രമാണ്. കഹുർമത്ത് പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴും ഈ ഒരു സന്ദേശം നമ്മൾ ജനങ്ങൾക്ക് എത്തിക്കണം. മദ്രസയിൽ പഠിപ്പിച്ചില്ല എങ്കിൽ കുട്ടികളിൽ മനുഷ്യത്വം ഉണ്ടാവുകയില്ല. കുട്ടികളിൽ മനുഷ്യത്വം ഉണ്ടാവും, രാജകത്വം, അച്ചടക്കരാഹിത്യം ഉണ്ടാവും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ഈ ഒരു ഭാഗം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ മഹല്ലുകളിലും മദ്രസകളിൽ പരിപോഷിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ഫെബ്രുവരി മാസം അതിൻ്റെ ക്യാമ്പയിൻ മാസമായി നടത്താൻ SMAയുടെയും SAയുടെയും ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു എന്ന് വളരെ സന്തോഷകരമായ വാർത്തയാണ്. മറ്റ് ജില്ലകൾക്കൊക്കെ ഒരു മാതൃകാപരമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വരവേൽപ്പ് 2024-25 എന്ന പദ്ധതി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സമ്മതത്തോടുകൂടി അനുഭവത്തോടുകൂടി അത് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ജീവിച്ചിരുമാറാവട്ടെ. അതിന് ഒരു ആത്മാർത്ഥമായി നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഓരോ അവിടുത്തെ ഓരോ കാലുവെപ്പിനും വലിയ പ്രതിഫലം നമുക്ക് കിട്ടുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ് വിസാലിയും എല്ലാ പത്രവും ഇറങ്ങി ആ ദിവസം അടുത്ത ദിവസം ഉസ്താദിന്റെ കൈ കിട്ടിയ പുസ്തകം വായിച്ചത്. നമുക്കങ്ങനെ വായിക്കാൻ കഴിയില്ല, നമ്മളിങ്ങനെ വെക്കാനായി ചേരും പുസ്തകം, അതിൻ്റെ എന്തെങ്കിലും പൊട്ടിക്കാതെ വീട്ടിൽ കിടക്കുകയാണ്. പുസ്തകം മുഴുവൻ വായിച്ച് അതിൽ എന്തെങ്കിലുമൊക്കെ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരികയാണ്. പെട്ടെന്ന് തന്നെ ഓഫീസിൽ അറിയിക്കും. ഗവൺമെൻറ് നിയമത്തെ എല്ലാ പ്രീ സ്കൂളുകളും നിർത്തൽ ചെയ്യണം. ഗവൺമെൻറ് അംഗീകാരമില്ലാത്ത ഒരു പ്രീ സ്കൂൾ നടത്താൻ പാടില്ല. നമ്മൾ തിരിയാൻ കുറിച്ചവർക്ക് അതൊരു ഭീഷണിയാണ്. വിശാല അതിൽ നമ്മുടെ നേതൃത്വം അതിൽ ഇടപെടുന്നുണ്ട് എന്നും കൂടി നിങ്ങൾ ശ്രദ്ധ. പദ്ധതി വൈൽഡ് ലൈഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ആഴ്ച അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകളുടെ ആഹ്വാനം കൂടിയിരിക്കുന്ന സൈനിക സമ്മേളനത്തോടനുബന്ധിച്ച് അൽഹംദുലില്ലാ ഇത് കഴിഞ്ഞ് നേരത്തെ ഇവിടെ സ്വാഗതത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ മദ്രസകൾ കുട്ടികൾ കഴിഞ്ഞു പോക്ക് പല സ്ഥലങ്ങളിലും മദ്രസ അത്യാവശ്യമായി വേണ്ട സ്ഥലത്തും മദ്രസ റമദാനിൽ 1 മാസം കുട്ടികൾ രക്ഷിതാക്കളെ കൂടെയാണ്. അപ്പോൾ ആ കുട്ടികളെ എങ്ങനെയാണ് വീടുകളിൽ അവരെ നാം തർബിയത്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ പല വിഷയങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കളെ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനാണ് ഫെബ്രുവരി 10, 20 ഈ തീയതികളിൽ വളരെ 10 ദിവസത്തിൽ മാത്രം ചുരുങ്ങിയ ആ സമയത്ത് 17 റീജിയനുകളിൽ 237 മദ്രസ നമ്മുടെ സുന്നി വിദ്യാഭ്യാസം കൊണ്ടുള്ള ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് അതിൽ നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീനും SMA ഒരു മുഫത്തിഷ്
മുസ്ലിം ജമാഅത്തിന്റെ ഒരു പ്രതിനിധി. നമ്മുടെ ലക്ഷ്യം വളരെ വലുതാണ്. MA ഉസ്താദ് തുടങ്ങി വെച്ച മദ്രസ പ്രസ്ഥാനം കൊല്ലാവസാനമാകുമ്പോൾ പോലും 1, 2, 3 പുതിയ മദ്രസകൾക്ക് അംഗീകാരം നൽകുന്നു. കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസവും കൊടുക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ. അതിന്റെ മാനേജറോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിസിനസ്സാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ കുറിച്ച് പറയുന്നത് ഒരു ബിസിനസ്സാണ്. ഒരു ടെക്സ്റ്റൈൽസിൽ പർദ്ദ മാത്രം വിൽക്കാൻ പറ്റൂലല്ലോ, അവിടെ പർദ്ദ ഉണ്ടാകും, അതുപോലെ തന്നെ ബ്ലൗസ് തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ അവിടെ വിൽക്കും. എന്നതുപോലെ ഞാൻ എല്ലാം വിൽക്കുകയാണ്, കച്ചവടം നടക്കുക. എന്റെ ഊന്നൽ അവിടെയല്ല. ഈ സ്കൂളിൽ അദ്ദേഹം മതം പഠിക്കുന്നു എന്ന് അനൗൺസ് ചെയ്തതിന്റെ കാരണം എന്താണ്? കുട്ടികളെ കിട്ടാൻ വേണ്ടിയാണ്. മതം പഠിക്കുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ ആ സ്കൂളിലേക്ക് കുട്ടികൾ കൂടുതൽ കിട്ടുമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നാട്ടിലുള്ള ആളുകൾക്ക് കുട്ടികൾ മതം പഠിക്കണമെന്ന് താല്പര്യം. ബേസ് അതാണ്. എന്നാൽ മദ്രസ വിദ്യാഭ്യാസ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. 32 കൊല്ലം മുമ്പ് അവിടെ മതപരമായ കാര്യങ്ങളെ കുറിച്ച് താല്പര്യമുള്ള ഒരാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു ഭൗതിക വാദക്കാരനാണ്, നിങ്ങൾ അദ്ദേഹത്തോടുള്ള ചങ്ങാത്തം ശ്രദ്ധിക്കണം. അദ്ദേഹം അതിന് കാരണം പറഞ്ഞൊരു വലിയൊരു വിഷയമായിട്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, അയാൾ കുട്ടികളെ പോലും മദ്രസയിൽ പറഞ്ഞയച്ചിട്ടില്ല. ആ കാലത്ത് കേരളത്തിൽ ഒരുപക്ഷെ ഞാൻ പറയാൻ പറഞ്ഞ കാരണം കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ സംസാരിക്കുന്നതിനുള്ളതുകൊണ്ടാണ്. ഏകദേശം അറിയാവുന്ന കാര്യമാണ് ആ വറക്കത്ത് ഉദ്ദേശിച്ചു, അല്ലേ? ശരിയല്ലേ? അവിടെ നിന്ന് ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. കാരണം ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റം വന്നു. ഫ്ലാറ്റുകളിലേക്ക് മനുഷ്യരുടെ ജീവിതം കുറെ ആളുകളുടേത് മാറി. അപ്പോ ഒരു ഫ്ലാറ്റിൽ 10, 200, 300 ഒക്കെ കുടുംബങ്ങൾ താമസിക്കും. അവർക്കാണെങ്കിൽ ടൗൺഷിപ്പുകളിലാണ് അവർ അവസ്ഥയിലേക്ക് നമ്മുടെ മതമേഖലയിൽ മാറ്റം വന്നിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മൾ ജാഗ്രത പുലർത്തിയിട്ടില്ലെങ്കിൽ ആ മാറ്റം വന്നേക്കാം. കാരണം നമ്മൾ ഇവിടെ ഇപ്പം നിലനിൽക്കുന്നത് വാർ, രണ്ടാമത്തത് കൾച്ചറൽ വാർ, മൂന്നാമത്തത് ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ വാർ. ഇങ്ങനെ 3 മേഖലയിൽ നമ്മൾ യുദ്ധത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോ നമുക്ക് മനസ്സിലാകാനുണ്ടാകും ചിലർക്കെങ്കിലും, പക്ഷെ വളരെ സിമ്പിളാണ്. നേരത്തെ അധിഷ്ഠിതമായി ജീവിക്കുക എന്നുള്ള ആശയത്തെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അവരുടെ ആക്രമണങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, അവരുടെ വിമർശനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാം ദീനിനെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ആദർശപരമായ മേഖലയിൽ വലിയ വെല്ലുവിളി ഇന്ന് നമ്മൾ നേരിടുന്നുണ്ട്. ആ വെല്ലുവിളിയെ അതിജയിക്കാനും അതിനെ നേരിടാനുമുള്ള എല്ലാ ശക്തിയും കെൽപ്പും നമ്മുടെ മതത്തിനുണ്ട്. ഇസ്ലാം സാർവകാലികമാണ്, സാർവജനീനമാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന, എല്ലാ കാലത്തും നിലനിൽക്കാൻ കഴിയുന്ന, എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ജീവിതഗന്ധിയായ ഒരു മഹത്തായ ആശയമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം സ്വീകരിച്ച മനസ്സിലായിട്ടോ? ആദ്യം അവൻ എന്റെ മൂന്തം കടിച്ചു എന്നാ പറഞ്ഞു. ചപ്പട്ടൊക്കെ പാടും, വളരെ സ്പീഡിൽ സംസാരിക്കാം, ഭാഷ വളരെ വ്യത്യസ്തമായ രീതിയാണ്. ഇങ്ങനെ കൾച്ചറിലോട്ടും പല വ്യത്യസ്തമായ കൾച്ചറുകളുണ്ട്. നമ്മുടെ ദീനിന്റെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് ദേശം മാറുന്നതിനനുസരിച്ച് മാറാത്ത കൾച്ചറാണ്. ഇവിടെയുള്ള ആളുകൾ തലപ്പാവ് ധരിക്കുന്നു, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അങ്ങനെ
തന്നെ തലമറക്കും. To self-identify their genders. ഓരോ ആൾക്കും അയാളുടെ ലിംഗം ഏതാണെന്ന് പ്രഖ്യാപിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള അവകാശം. മുമ്പ് കണ്ണൂരിലുള്ള ഒരു നേതാവ് ഹൈക്കോടതിയിലെ ജഡ്ജിനെ ശുംബൻ എന്ന് വിളിച്ചു. ഇനി ആ പേരിൽ അയാൾ അറിയപ്പെടുകയും ചെയ്തു. അയാൾ പറഞ്ഞതിലൊക്കെ കാര്യം തോന്നുകയാണ്. ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് ഒരു വേദവാക്യം ആവണമെന്നില്ല. കോടതിയെ വിമർശിക്കുന്നതിനുള്ള പേരിലില്ല. ഞാൻ വിമർശിക്കല്ല, ഞാനൊരാളത്തേക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓരോരുത്തർക്കും അവരവരുടെ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാന്നാണ്. അമേരിക്കയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്ത്രീയാണ്. ഇയാളെ കണ്ട താടിയുണ്ട്, മീശുണ്ട്, ഒരാണാണെന്നാ തോന്നുക. ഇയാൾ പറഞ്ഞു ഞാൻ സ്ത്രീയാണ്. ഓരോരുത്തർക്കും അവരുടേത് ഐഡന്റിഫൈ ചെയ്യാലോ. ഇയാളെ ഒരു വനിതാ സെല്ലിൽ കൊണ്ടുപോയി ആവശ്യം. ഒരു 5-6 മാസം കഴിഞ്ഞ് 8-10 സ്ത്രീകൾ ഗർഭിണികളായി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജെൻഡർ തീരുമാനമായത്. ഇത് വായിച്ചിട്ടുണ്ട്. മുമ്പ് ഒരു ഭ്രാന്തുണ്ടായിരുന്നു, എന്നാണ് പല ശാന്തി ഭ്രാന്തുണ്ടായിരുന്നു. ഒരാള് സദസ്സിലേക്ക് പോകാൻ ആർക്കും മടിയാണ്. കാരണം എന്താ, അയാളെ പേടി എന്നെ തിരിച്ചറിയാതെ ആരും പോകുന്നതാണ്, ഞാൻ മാറിപ്പോകുന്നതാണ്. നമ്മളിപ്പോ ചെയ്തില്ല ഈ സദസ്സിൽ നെറ്റ് കണക്ഷൻ ഉപയോഗപ്പെടുത്തി ഇങ്ങനെയുള്ള ഒരു ബോർഡ് ക്ലാസ് റൂമിലുണ്ടെങ്കിൽ ഈ സാധനം വർക്ക് ചെയ്യാൻ പറ്റും. ചരിത്രം പഠിപ്പിക്കുകയാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോയി. ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നടക്കുന്നു. നൂറുൽ ഉലമ ഉസ്താദിന്റെ സമീപത്തിൽ വന്നു ചേർന്ന് നിൽക്കുമ്പോൾ മദ്രസ വിദ്യാഭ്യാസം നമ്മുടെ രംഗത്ത് ഏറ്റവും പ്രബലമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ കർമ്മഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ, അല്ല, ആ കർമ്മഭൂമിക്ക് ചാരുതയും അതിനാവശ്യമായ വെള്ളവും വളവും നൽകിയ ഒരു മഹാമനീഷിയുടെ സന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ, സവിധത്തിൽ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ആളുകൾ, ചർച്ചയിൽ പങ്കാളികളാകുന്നവർ ആ ഒരു മദ്രസ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ് എന്ന് കൂടി വരുമ്പോൾ ഈ ഒരു വിരുദ്ധത്തിന് വളരെ നല്ല പ്രസക്തി. മാനേജ്മെന്റുകൾ കേവലം ശമ്പളം നൽകുന്ന ഒരു ഉപകരണ സംവിധാനമായി മാത്രം നിൽക്കുകയോ, അധ്യാപകർ കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് മാത്രം ജോലി ചെയ്യുന്ന ഒരു വിഭാഗമായി ചുരുങ്ങുകയോ ചെയ്യാതെ രണ്ടും ചേർന്ന് നിന്നുകൊണ്ട് പവിത്രമായ ദീനിന്റെ അറിവുകൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും അത് ആകൃഷ്ടരായി ലഭിക്കുന്നതിനും അത് ആസ്വദിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തുന്നതിന് കഴിയുന്ന ഒരു തലമുറ മുമ്പിലുണ്ടാകാൻ രണ്ടും ചേർന്ന് പോകണം. ൊക്കെ ചിലയിടങ്ങളിലെങ്കിലും അതിനനുസരിച്ച് പോകുന്നുണ്ടോ എന്നത് ഒരു പുനഃപരിശോധന ആവശ്യമുണ്ട്. വലിയ സംഖ്യ മുടക്കിയാണ് ഇന്നത്തെ കാലത്ത് മദ്രസ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. വലിയ സംഖ്യ ചെലവാണ്. മനോഹരമായ കെട്ടിടങ്ങളാണ്. കെട്ടിടങ്ങളുടെ കാര്യത്തിലൊന്നും ഇപ്പൊ ആരും ശുഷ്കാന്തി കാണിക്കുന്നില്ല. പുതുതായി വരുന്ന എല്ലാ കെട്ടിടങ്ങളും മനോഹരമായ കെട്ടിടങ്ങളാണ്. അത് 20-20 എന്ന ക്ലാസ് റൂം സിസ്റ്റത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞല്ലോ, 30 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്ന് 12ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 2ആയി 28 ഡ്രോപ്പ് ഔട്ട് ആണെന്നെങ്കിൽ എവിടെയോ ഒരു കുറവ് നമുക്കുണ്ടെന്ന് ഉറപ്പാണ്. വാങ്ങി, സംഭാവന വാങ്ങി, ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുക എന്നതിൽ മാത്രം മാനേജ്മെന്റുകൾ ഒതുങ്ങി. നിങ്ങളുടെ അധികാര പരിധിയിലെ ഏരിയയിൽ, ഭൂമിശാസ്ത്രപരമായി നിങ്ങളുടെ പരിധിയിൽ
നിങ്ങൾ എത്ര വീടുകളിൽ സർവേ നടത്തിയിട്ടുണ്ടാവും? ഒന്ന് കൈ നോക്കിയാല് അൽഹംദുലില്ലാ എന്റെ ഭാഗ്യത്തിന് ആരും നോക്കി. അപ്പൊ ഈ റോബോട്ട്സ് ഇല്ലാതിരിക്കൽ എങ്ങനെയാണ്? നമ്മളിപ്പോ മദ്രസയിൽ കുട്ടികൾ വരുന്ന രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ ആ കുട്ടികളുടെ രക്ഷിതാക്കളെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഒന്നാം നിങ്ങളെ മഹലില് ഒരു കുട്ടി മദ്രസയിൽ പോകുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏൽക്കണം, നമ്മൾ ഏൽക്കണം. കണ്ടെത്തി അതിന് പരിഹാരം നിർദ്ദേശിക്കാനെങ്കിലും മാനേജ്മെന്റുകൾക്ക് സാധിക്കണം. ഇത് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ന തെറ്റിദ്ധാരണ കൊണ്ടാകാം ഇത് നിർത്തേണ്ട ബാധ്യത നമുക്കായിരിക്കുന്ന ഭൂപ്രദേശത്തെ കുട്ടികളുടെ മതപഠനത്തിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് ചെയ്യുക എന്ന കൃത്യമായ ഒരു കാര്യം നിർവഹിക്കേണ്ട ബാധ്യതയുണ്ട്. ഇതേപോലെയാണ് മറുഭാഗത്ത് മൗലികളെ സംബന്ധിച്ചിടത്തോളം. എന്റെ മദ്രസയിൽ, എന്റെ നാട്ടിലെ മദ്രസയിൽ നാളികേരത്തില് എത്ര നാളികേരം ചേർന്നാലാണ് 5 ആവുക എന്ന് അപ്പുറത്തെ വലിയ കൂട്ടത്തിലെ നാളികേരത്തിൽ നിന്ന് നീ എടുത്തുകൊണ്ടുവന്ന് കാണിക്കുന്നു പറഞ്ഞാൽ 3ന്റെ കൂടെ അവിടുന്ന് 2 കൂടി കൊണ്ടുവന്ന് അത് 5 ആക്കി കാണിക്കാൻ കുട്ടിക്ക് കഴിയുമ്പോഴാണ് കുട്ടിയുടെ അറിവ് പൂർണ്ണമാകുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടാവും ചെയ്തു. 2 = 5 എന്ന് ചോദ്യം പേപ്പറിൽ കൊടുത്തിട്ട് കുട്ടി 3 എന്ന് അവിടെ ഉത്തരം ഫില്ല് ചെയ്യുന്ന ബ്ലാങ്ക്സ് 2 എടുത്ത് 3 ചേർത്ത് ഉത്തരം എഴുതി ഫുൾ മാർക്ക് കൊടുത്താൽ കുട്ടി വിവരമുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് പോയി. മദ്രസയിൽ പഠിച്ച കാലത്ത് ഫാത്തിഹ സൂറത്ത് ഓതിയത് തെറ്റിയിട്ട് 3ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 2 എന്നോട് പൊറുക്കുമാറാകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ പേരിൽ നിർമ്മിക്കുന്ന നൂറുൽ മാ സ്മാരക കെട്ടിടം നമുക്കറിയാം. കഴിഞ്ഞ വർഷം കേരള മുസ്ലിം ജമാഅത്തിന്റെ യൂണിറ്റുകളും സമാഹരിച്ച 50 ലക്ഷം രൂപ ആ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഏകദേശം 4 കോടി രൂപയാണ് ആ നിർമ്മാണത്തിന്റെ എസ്റ്റിമേറ്റ്. അതിൽ മദ്രസയുടെയും പ്രത്യേകിച്ച് നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ്, മദ്രസ വിദ്യാഭ്യാസ ബോർഡ് തീരുമാനിക്കുകയും അൽഹംദുലില്ലാഹ് കഴിയുന്ന രൂപത്തിലുള്ള സഹായം വിദ്യാഭ്യാസ ബോർഡ് സമാഹരിച്ചുകൊണ്ട് ജാമിയ സഅദിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പദ്ധതികൾ ഇനിയും പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. അത് പൂർത്തിയാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. നമ്മുടെ ശംസുദ്ദീൻ മൗലവി താനൂർ അൽഹംദുലില്ലാഹ് വലിയ സേവനമാണ് ആ വിഷയത്തിൽ ചെയ്തത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിനുള്ള ചെറിയൊരു അനുമോദനമാണ്, ഒരു മെമൻറ്റോ. ദീർഘിപ്പിച്ചൊന്നും സംസാരിക്കുന്നില്ല. സഅദിയയുടെ 55ാം വാർഷികത്തിൻ്റെ ഭാഗമായി സഅദിയയുടെ ജീവനാടി ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ ഉസ്താദ് പടുത്തുയർത്തിയ പ്രസ്ഥാനം, മദ്രസ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രഗത്ഭരായ സാരഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഈ ഒരു സംഗമത്തിന് എല്ലാവിധ ആശംസകളും മാത്രം നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഈ മഹത്തായ സംഗമത്തിൽ നമുക്ക് ദുആ ചെയ്ത് അനുഗ്രഹിച്ച സയ്യിദ് ജമലേരി തങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ച PS അബ്ദുള്ള കുഞ്ഞി ഫൈസി ഉസ്താദ്, ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രൊഫസർ KK ഹമീദ് അബ്ദുൽ ഹമീദ് സാഹിബ്, വിഷയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അസീസ് ഫൈസി ഉസ്താദ്, മജീദ് കക്കാർ, അതുപോലെയുള്ള നമ്മുടെ സ്ഥാനത്തിൻ്റെ നേതാക്കൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സംഗമം 3 സ്വലാത്തോടു കൂടി സമാപിക്കുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. തിങ്കളിലെന്നും
الأمين أول مؤمنين وبرسول الأمين തിങ്കളിലെന്നും സയ്യിദീൻ ഒളിവായി തരവായി അൽ-അമീൻ തിങ്കളിലെന്നും സയ്യിദീൻ ഒളിവായി തരവായി അൽ-അമീൻ യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി ഉമ്മ ഔവൽ മുഅ്മിനീൻ വറസൂലിൻ അൽ-അമീൻ ഉമ്മ ഔവൽ മുഅ്മിനീൻ വറസൂലിൻ അൽ-അമീൻ തിങ്കളിലെന്നും സയ്യിദീൻ ഒളിവായി തരവായി അൽ-അമീൻ തിങ്കളിലെന്നും സയ്യിദീൻ ഒളിവായി തരവായി അൽ-അമീൻ യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി ഉമ്മ ഔവൽ മുഅ്മിനീൻ വറസൂലിൻ അൽ-അമീൻ ഉമ്മ ഔവൽ മുഅ്മിനീൻ വറസൂലിൻ അൽ-അമീൻ തിങ്കളിലെന്നും സയ്യിദീൻ ഒളിവായി തരവായി അൽ-അമീൻ തിങ്കളിലെന്നും സയ്യിദീൻ ഒളിവായി തരവായി അൽ-അമീൻ യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി ഉമ്മ ഔവൽ മുഅ്മിനീൻ വറസൂലിൻ അൽ-അമീൻ ഉമ്മ ഔവൽ മുഅ്മിനീൻ വറസൂലിൻ അൽ-അമീൻ തിങ്കളിലെന്നും സയ്യിദീൻ ഒളിവായി തരവായി അൽ-അമീൻ തിങ്കളിലെന്നും സയ്യിദീൻ ഒളിവായി തരവായി അൽ-അമീൻ യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 എത്തുന്നു. കടലിനടിയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ? കടലിനടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. 12,000 ചതുരശ്ര അടി തീർത്ത കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ഡിസ്നി മാജിക് ഷോ, ബേഡ്സ് ഷോ, കടൽ കൊട്ടാരം, അമ്യൂസ്മെന്റ് പാർക്ക്, കൂടാതെ നിങ്ങളുടെ നാവിൽ രുചിയൂർന്ന വിഭവങ്ങളുമായി 5,000 ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ട് എന്നിങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള ഈ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക് ഈ നാട്ടിലെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാനായി ഇതാ മറ്റൊരു വർണ്ണ പ്രപഞ്ചമെത്തുന്നു. ഒക്ടോബർ 31 മുതൽ കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ആവേശവും ആനന്ദവും ഉണർത്തുന്ന മാജിക് ലാൻഡിന്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ ലോകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രജ ഈവന്റ് സംഘടിപ്പിക്കുന്ന മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 കാസർഗോഡിനെ കടലിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. City Gold, Gold and Diamonds, Kerala and Karnataka.